സമയമായല്ലോ. എടി മറിയ, എളുപ്പമൊന്നും വന്നേടി. പ്രാർത്ഥനയുടെ സമയമായി. അല്ലേലും പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇവളൊന്നും വരത്തില്ല. വന്ന് കയറി അന്ന് മുതൽ ഇങ്ങനെ. മറിയ, നീ കൂടുതൽ വാചം അടിക്കാതെ പിള്ളേരെ പോയി വിളിച്ചോണ്ടോ പ്രാർത്ഥിക്കാം. ആദ്യം നമുക്ക് പാട്ട് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമെത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ കൊച്ചനെ എടുക്കുമെന്ന് വന്നേ. നീ പ്രാർത്ഥിച്ചിട്ട് പോ. അർജൻ കോല പപ്പ, നാളെ പ്രാർത്ഥിക്കാം. വളർത്തുവശം അനുഭവിച്ചോ? പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ല. ബൈബിള് വായിക്കാം. അമ്മ ചെയ്ത് വായിക്കണം. മറ്റേ സങ്കീർത്തനം വായിക്കുമോനെ? ശരി. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. എടി മറിയേ, കർത്താവ് കുരിശി നനങ്ങിയ പോലെ എനിക്കൊരു തോന്നൽ. തോന്നിയായിരിക്കും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. അവന്റെ ചിറയും കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ അല്ല, നീ ബീഫോ അടുപ്പ് വെച്ചേക്കല്ലേ? പോയി നോക്കി കരിഞ്ഞു കാണും. തള്ളയും കൊള്ളാം, പിള്ളേരും കൊള്ളാം, വല്യമ്മച്ചിയും കൊള്ളാം. എന്റെ ദൈവമേ, ഈ കുടുംബം ഞാൻ എങ്ങനെയൊക്കെ നന്നാക്കും? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒന്ന് പോയി നോക്കിയടി. പാസ്റ്റർ ഈ കുടുംബത്തിന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനക്കെട്ടും ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം 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 ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ. ഈ ലോകത്തിൽ പലരും മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾ ഒരു അവസരത്തോട് ദാനമായി തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ. ഈ ജീവിതത്തിലെല്ലാം അഴിഞ്ഞു പോകാൻ അനുഗ്രഹിക്കുന്നത് എന്റെ കൂടെ ഉണ്ടായിരിക്കണേ. മോന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ. ഇതിലുള്ള എന്റെ സങ്കടങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ. പ്രാർത്ഥിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. നന്ദിയുണ്ട് പാസ്റ്ററെ, വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂ. ആദ്യമേ നമുക്ക് തുടങ്ങാം. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ ആരാ മനസ്സിലായില്ല? ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ കുടുംബത്തിന്റെ എല്ലാ വോട്ടും ഈ പാർട്ടിക്കുള്ളതല്ലേ?
കഴിക്കേ ഫുഡ് നമുക്കാണേ. ശരി, എന്നാ നിങ്ങൾ വെക്കോ. വോട്ടും ചോദിച്ചു വന്നേക്കുന്നു. വല്ല പ്രശ്നങ്ങളും എന്തായിട്ട് ഇവരെ വിളിച്ചാൽ ഇവിടെ ഈ മുറ്റത്തിന്റെ 7 എഴുത്തൂലെത്തത്തില്ല. അപ്പൊ വോട്ട് ചോദിക്കാൻ മാത്രം എല്ലാവർക്കും വരാൻ പറ്റും. ഇപ്പൊ മനസ്സിലായി. എടി, നീ നമ്മുടെ മക്കളെ വിളിച്ചത് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കും. കാരണം യേശു നമ്മുടെ അരിയിൽ പലപ്പോഴും വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. യേശുവിന്റെ അനുഗ്രഹം നമ്മളിൽ നിന്നും വിട്ടുപോയി. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും വഴിതിരിക്കുന്നു. ഇനി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു തടസ്സങ്ങളില്ല. വല്യമ്മച്ചി എനിക്കമ്മച്ചി കർത്താവെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാഗ്മാനത്തിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ദിവസത്തിന്റെ രാത്രിക്കുള്ള ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വല്യമ്മച്ചി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യമാണ്, കഷ്ടത്തിലാക്കരുത് കർത്താവെ. എൻ്റെ ഭാര്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൾക്ക് വീട്ടിൽ ജോലി ചെയ്യാനുള്ള എല്ലാ കരുത്തും കൊടുക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ 2 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളെ നീ കാത്തുകൊള്ളണമേ കർത്താവെ. നിങ്ങളുടെ പാർട്ടിക്ക് റെഡിയായി പാർട്ടി? ഓ പാർട്ടിക്ക് വേ നീ വേഗം ഒന്ന് വന്നേ. അവരെല്ലാം റെഡിയോ? നോക്കിക്കേ, നമുക്ക് ഈ ബാറൊന്ന് അടച്ചിട്ടേക്ക് കുഴപ്പമില്ല. ഞാൻ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ നമുക്ക് നാളെ ചെയ്യാം. പാർട്ടിയൊക്കെ ഇന്നേ ഉള്ളൂ. വലിയ വായി ഡാൻസ് ഒക്കെ ഉണ്ട്. പിള്ളേരെ റീൽസ് ഒക്കെ എടുക്കാം. അമ്മച്ചിയെ നല്ല കപ്പയും ബിരിയാണിയും ഇറച്ചിക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. എല്ലാവരും കായോ? ഒരു കാര്യം ചെയ്യടി, നീ എല്ലാവരും ഒരുങ്ങാൻ പറ. ശരി, ഞങ്ങളിപ്പോ വരാം. ഞാൻ വരാൻ പോകെ. ദൈവമേ, പാർട്ടി ഒരു സൈഡിൽ പാർട്ടി, ഒരു സൈഡിൽ യേശു. യേശു ഒരു കാര്യം ചെയ്യും. യേശു ഇവിടെ ഇരുന്നോ, ഞങ്ങളിപ്പോ പാർട്ടി കഴിഞ്ഞിട്ട് വരാം. എളുപ്പം വരാവേ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനയുടെ കുറവുകൾ കൊണ്ട് ദൈവാനുഗ്രഹം ഒരിക്കലും നാം നഷ്ടമാക്കില്ല. ഒരു ദിവസം പോലും നമ്മുടെ ഭവനങ്ങളിൽ കുടുംബപ്രാർത്ഥന കൂടാതെ വിളക്കുകൾ അണയുന്നു. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനകളാണല്ലോ നമ്മെ ഇന്ന് നിലനിർത്തുന്നത്. പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന സമയം അതിനായി മാത്രം ഉപയോഗിക്കുക. മറ്റ് ബാഹ്യ ചിന്തകൾ വെടിഞ്ഞ് മനസ്സ് ഏകാഗ്രമായി ദൈവത്തിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുടുംബ പ്രാർത്ഥനകളിലൂടെയും വെള്ളി ആരാധനകളിലൂടെയും നാമും നമ്മുടെ സമൂഹവും നന്മ പ്രാപിച്ച് ദേശത്തിൽ മാതൃകയുള്ളവരായി ജീവിക്കുവാൻ കഴിയട്ടെ.